പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വന്ദനം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ച ദൂതിതാണ്. യേശു നൈൻ എന്ന പട്ടണത്തിലേക്ക് വരികയാണ്. ആ വരുന്ന വരവിൽ യേശുവിൻ്റെ അടുത്തേക്ക് ഒരു വിലാപയാത്ര കടന്നു വരുന്നു. ആ വിലാപയാത്രയിൽ പതിവിന് വിരുദ്ധമായി ഒത്തിരി ആൾക്കാർ കരയുന്നുണ്ട്. എന്നാൽ അതിന് വ്യത്യസ്തമായ ഒരു കരച്ചിൽ അതിൻ്റെ അകത്ത് നിന്ന് വെളിപ്പെടുന്നുണ്ട്. ആ കരയുന്നവൻ, ആ കരയുന്ന വ്യക്തി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അത് വിലാപയാത്രയായി വരുന്ന ആ മൃതദേഹത്തിൻ്റെ കൂടെ വരുന്ന ആ അലമുറയിടുന്ന ആ നിലവിളിക്കുന്ന അവൻ്റെ അമ്മ, ഏകനായ ഒരു മകൻ, തൻ്റെ പ്രതീക്ഷകളും തൻ്റെ സ്വപ്നങ്ങളും ആയിരുന്ന തൻ്റെ മകൻ എല്ലാം നഷ്ടപ്പെട്ട ആ മാതാവ് അതിവേദനയോടെ അത് കൈപ്പോടെ കരയുകയാണ്. എല്ലാം അസ്തമിച്ചു, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, എൻ്റെ സ്വപ്നങ്ങൾ അവസാനിച്ചു, എൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് പറയുന്ന ആ മാതാവ് ആ കണ്ണുനീരും ആ മനസ്സിൻ്റെ തകർച്ചയും കണ്ട് നൈൻ എന്ന പട്ടണത്തിലേക്ക് വന്ന യേശു ആ വിലാപയാത്രയെ സ്റ്റോപ്പ് ചെയ്തു. മഞ്ചം തൊട്ടു. മരിക്കപ്പെട്ട വിഷയത്തെ എഴുന്നേൽപ്പിച്ചു. ബാലേ, എഴുന്നേൽക്കാം. ഇന്ന് പകൽ കരയുന്ന മാതാവ്, കരയുന്ന പിതാവ്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ കരച്ചിലിന് സമാപ്തിയായി. ഒരു ജയം വെളിപ്പെടുന്നു, ഒരു ജീവൻ വെളിപ്പെടുന്നു. അഭിഷിക്തേ, മാതാവേ, പിതാവേ, നിന്റെ കരച്ചിലുകളോട് നിൽക്കുക എന്ന് പറയുന്നവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വെളിപ്പെടും. ഗോഡ് ബ്ലസ് യു.